ഹലോ വെൽക്കം ബാക്ക് ടു മന്ത്ര ഡിസൈൻസ്. ഇന്ന് നമുക്ക് ഡെയിലി വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നതും അത്യാവശ്യം ഓഫീസിലൊക്കെ പോകുന്ന ആൾക്കാർക്കാണെങ്കിലും കംഫർട്ടായിട്ട് വെയർ ചെയ്യാൻ പറ്റുന്ന കോട്ടൺ ടോപ്സിൻ്റെ കളക്ഷൻസ് നോക്കാം കേട്ടോ. അപ്പോൾ ഫസ്റ്റ് ഷെയ്ഡ് എന്ന് പറഞ്ഞ് ഞാൻ ഈ വെയർ ചെയ്തിരിക്കുന്നത് തന്നെ നമ്മൾ ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്ന എല്ലാം തന്നെ വളരെ പേസ്റ്റൽ ആയിട്ടുള്ള ലൈറ്റ് ഷെയ്ഡ്സ് ആണ് കേട്ടോ. ഒന്നും ഡാർക്ക് ഷെയ്ഡ്സ് അല്ല, വളരെ പേസ്റ്റൽ ആയിട്ടുള്ള ഷെയ്ഡ്സ് ആണ് കേട്ടോ. ഫസ്റ്റ് ഷെയ്ഡ് ഞാൻ ഈ വെയർ ചെയ്തിരിക്കുന്നത് തന്നെയാണ്. ഞാൻ അതിൻ്റെ പ്രിൻറ്റിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് കാണിക്കാം കേട്ടോ. നല്ലൊരു വി നെക്കാണ് വരുന്നത്. സെയിം ആണ് ഞാൻ വെയർ ചെയ്തിട്ടുള്ളത്. വി നെക്കിൽ ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു എന്താ പറയുക, ഒരു പിങ്കിഷ് പീച്ച് ഷെയ്ഡ് അങ്ങനത്തെ ഒരു, ഞാൻ പറഞ്ഞില്ല, വളരെ പേസ്റ്റൽ ആയിട്ടുള്ള ഷെയ്ഡാണ്, പക്ഷെ വളരെ റയർ ആയിട്ടുള്ളൊരു ഷെയ്ഡാണ് വരുന്നത് കേട്ടോ. ഇതിൽ നമുക്ക് പ്രിന്റ് നോക്കുമ്പം ശരിക്കും പറഞ്ഞാൽ ഒരു കാന്ത വിവിങ് മെറ്റീരിയൽ പോലെയാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. പക്ഷെ ഈ പറയുന്ന ലൈൻസ് എന്ന് പറയുന്നത് നമ്മൾ പ്രിന്റിലാണ് ചെയ്തിട്ടുള്ളത്. ആ ഒരു ത്രെഡ് വർക്ക് അല്ല വന്നേക്കുന്നത്, പ്രിന്റ് ആണ്. ഒരുപാട് പേർക്ക് ഇഷ്ടമാണ് ഈ കാന്ത മെറ്റീരിയൽ യൂസ് ചെയ്യാനായിട്ട്, ഒരുപാട് പേർക്ക് ഇഷ്ടമാണ്. പക്ഷെ കാന്ത മെറ്റീരിയൽ എന്ന് പറയുമ്പോൾ നമ്മൾ വളരെ കെയറിങ് കൊടുത്താൽ നമുക്ക് ആ മെറ്റീരിയൽ യൂസ് ചെയ്യാൻ പറ്റുന്നത്. കാര്യം ഫുള്ളി ആ ഒരു ത്രെഡ് വർക്ക് പോകുന്നത് കൊണ്ട് നമ്മൾ വളരെ കെയർ ചെയ്ത് യൂസ് ചെയ്യണം. ഇതെന്ന് പറഞ്ഞാൽ നമുക്ക് ഒറ്റ ലുക്കിൽ കാണുമ്പോൾ ശരിക്കും ആ ഒരു കാന്ത മെറ്റീരിയലിൻ്റെ ഫീൽ വരുന്നുണ്ടെങ്കിലും ഫുൾ ആ ഒരു പ്രിന്റ് ആണ്. ഇത് ഇങ്ങനെ നല്ല യോക്ക് പോർഷനിൽ കണ്ടോ, ഇതുപോലൊരു പാച്ച് വർക്ക് ചെയ്തിട്ടാണ്, സെയിം പ്രിന്റിന്റെ തന്നെ ഒരു പാച്ച് വർക്ക് ചെയ്തിട്ടാണ് ചെയ്തേക്കുന്നത് കേട്ടോ. 3/4 സ്ലീവ് വരും. സ്ലീവിന്റെ എൻഡിലും സെയിം അതുപോലെ ഹെമ്മിങ് ഉണ്ട്. ബാക്കിൽ സെയിം പ്രിന്റ് ആണ് വരുന്നത്. വിത്ത് ലൈനിങ് ആണ്. അതുപോലെ തന്നെ സൈഡ് സ്ലിറ്റഡ് ആണ്. സൈഡ് സ്ലിറ്റഡ് ആണ് വരുന്നത് കേട്ടോ. 46 ആണ് നമുക്ക് ഈ ടോപ്പിന്റെ ലെങ്ത് വരുന്നത്. ഇനി ഇതിന്റെ സൈസ് എന്ന് പറയുമ്പോൾ ലാർജ് മുതൽ 3XL വരെയാണ് സൈസ് വരുന്നത്. ലാർജ് എന്ന് പറയുമ്പോൾ 40 ആണ്, 3XL എന്ന് പറയുമ്പോഴത്തേക്ക് 46 ആണ്. ഇനി ഇതിന്റെ റേറ്റ് എത്രയാണ്? 549, 549. അതും ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് ആണ് കേട്ടോ. ഭയങ്കര സോഫ്റ്റ് ആൻഡ് കംഫർട്ട് ആയിട്ടുള്ള കോട്ടൺ മെറ്റീരിയലാണ് നമ്മളിത് ചെയ്തേക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് ഷെയ്ഡ് കണ്ടല്ലോ, നല്ലൊരു പേസ്റ്റൽ ആയിട്ടുള്ള ഒരു ഷെയ്ഡാണ്. നെക്സ്റ്റ് വന്നേക്കുന്നത് നല്ലൊരു ലൈറ്റ് ലാവൻഡർ ഷെയ്ഡാണ് കേട്ടോ. നല്ല ഭംഗിയുള്ളൊരു ലൈറ്റ് ഷെയ്ഡാണ് വന്നേക്കുന്നത്. ഇതിലെല്ലാത്തിലും നമുക്ക് ഒരു വൈറ്റ് ബോട്ടം തന്നെ പെയർ ചെയ്യാനായിട്ട് പറ്റും. ഇതിൻ്റെ ഫുൾ വ്യൂ വരുന്നത് ഇങ്ങനെയാണ് കേട്ടോ. നല്ല രസമുള്ളൊരു ലൈറ്റ് ലാവൻഡർ ഷെയ്ഡാണ്. 3/4 സ്ലീവ് വരുന്നുണ്ട്. ബാക്കിലൊരു ഒരു സെയിം പ്രിന്റ് ആണ് വരുന്നത്. ഞാനിപ്പോൾ ഇതിൽ പലാസോ ആണ് ഞാൻ ഇതിൻ്റെ കൂടെ പെയർ ചെയ്തിട്ടുള്ളത്. നമുക്ക് എങ്ങനത്തെ ബോട്ടം വേണമെങ്കിലും പെയർ ചെയ്യാം. നോർമൽ നമ്മുടെ ഒരു സിഗരറ്റ് ബോട്ടം ഒക്കെ പെയർ ചെയ്യാൻ പറ്റും. ഞാനിതിൽ പലാസോ, ചിക്കൻ കറി പലാസോ പെയർ ചെയ്ത് ഒന്ന് സ്റ്റൈൽ ചെയ്തു എന്നേ ഉള്ളൂ. അപ്പോൾ ലാർജ് മുതൽ 3XL വരെ സൈസ് വരുന്നുണ്ട്. 549 രൂപയാണ്. 549 ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് ആണ് കേട്ടോ. ഇനി അടുത്തത് നല്ലൊരു ലൈറ്റ് ബ്ലൂ ഷെയ്ഡാണ് കേട്ടോ. എല്ലാം വളരെ കൂളിംഗ് ആയിട്ടുള്ളൊരു ഷെയ്ഡ്സ് ആണ്. ഈ ലൈറ്റ് ഷെയ്ഡ്സ് ഇഷ്ടപ്പെടുന്ന ഒത്തിരി കസ്റ്റമേഴ്സ് ഉണ്ട് നമുക്ക്. അപ്പോൾ അവർക്കൊക്കെ ഇത് കാണുമ്പോൾ ഭയങ്കര ഹാപ്പി ആയിരിക്കും. ഇതാണ് വരുന്നത്. നല്ല ഭംഗിയുള്ളൊരു പാച്ച് ചെയ്തിട്ടുണ്ട്. ഇത് പാച്ച് വർക്ക് ഇത് ഇങ്ങനെയാണ് കേട്ടോ വന്നിരിക്കുന്നത്. സെയിം ആ ഒരു പ്രിന്റ് തന്നെയാണ് നമ്മൾ പാച്ച് ചെയ്തിട്ടുള്ളത്. ഒന്നും പ്ലെയിൻ ആക്കാതെ ഒരു വർക്ക് കൊടുത്തിട്ട് ഇങ്ങനെ ഒരു പൈപ്പിംഗ് കൊടുത്തിട്ടാണ് അതിനെ ഒന്ന് ഹൈലൈറ്റ് ചെയ്തിട്ടുള്ളത്. 3/4 സ്ലീവ് വരും. ബാക്കിൽ ഇങ്ങനെയാണ് വന്നിരിക്കുന്നത് കേട്ടോ. ലാർജ് മുതൽ 3XL വരെ സൈസ് വരുന്നുണ്ട്. 549 രൂപയാണ് വരുന്നത്. 549, അതും ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് ആണ് കേട്ടോ. ഇനി എങ്ങനെയാണ് ബുക്ക് ചെയ്യേണ്ടതെന്ന് അറിയാലോ. കൃത്യമായിട്ട് സ്ക്രീൻഷോട്ട് എടുക്കുക. ഏത് സൈസാണ് വേണമെന്നുള്ളത് മെൻഷൻ ചെയ്യാം. ഞാൻ വാട്സപ്പ് നമ്പേഴ്സ് കൊടുത്തേക്കാം. അപ്പം അവൈലബിൾ ആണെന്ന് കാണുമ്പോൾ മാക്സിമം അപ്പം തന്നെ ബുക്ക് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഒട്ടും ഡിലേ ഇല്ലാതെ. ചില കസ്റ്റമേഴ്സ് രാവിലെ എൻക്വയറി ഇട്ടിട്ട് ഈവനിങ് ആയിരിക്കും ബുക്കിംഗ് കൺഫർമേഷൻ പറയുന്നത്. ചിലപ്പോൾ അപ്പോഴേക്കും നമുക്ക് പീസസ് കാണണം എന്നില്ല, സോൾഡ് ഔട്ട് ആയി പോകാറുണ്ട്. അതുകൊണ്ട് അതൊന്ന് ശ്രദ്ധിക്കണം കേട്ടോ. അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം. താങ്ക്